രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയായിരിക്കുമെന്നാണ് സർവേയുടെ പുതിയ കണ്ടെത്തൽ. യുവാക്കൾക്കായി പുതിയ തൊഴിലവസരങ്ങൾ ആവശ്യത്തിന് സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടുവെന്നും സർവേയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുന്ന സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. ഏപ്രിൽ 16 മുതൽ 23 വരെ റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്തത് 26 സാമ്പത്തിക വിദഗ്ധരാണ്. ഇതിൽ 15 പേരും ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. 8 പേർ ഗ്രാമീണ ഉപഭോഗവും 2 പേർ വിലക്കയറ്റവും ഒരാൾ പട്ടിണിയും വർദ്ധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിച്ച മോദി സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് സർവേയുടെ കണ്ടെത്തൽ. 2013-14 വർഷത്തിൽ 3.4% തൊഴിലില്ലായ്മ നിരക്ക് 2022-23 വെറും 3.2% മാത്രമാണ് കുറഞ്ഞതെന്ന് പീരിയോഡിക് ലേബർ ഫോഴ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് മാർച്ചിൽ 7.6% തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നത് ഇന്ത്യയെ പിടിച്ചുലയ്ക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മൂന്നാമത് അധികാരത്തിലെത്തിയാൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് BJPയുടെ വാഗ്ദാനം. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യ പിന്നോക്കം പോയത് ഇന്ത്യയിൽ ദാരിദ്ര്യം വർദ്ധിച്ചതുകൊണ്ടാണെന്ന് സാമ്പത്തിക വിദഗ്ധനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറും കേരള പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ R. രാംകുമാർ പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നത് ദാരിദ്ര്യം 5-6% കൊണ്ട് വർദ്ധിച്ചു എന്നതാണ്. അതിനാൽ ലോക പട്ടിണി സൂചികയിലെ കണക്കുകളെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണത്തിൽ വ്യക്തമായ വർധനവുണ്ടായിട്ടുണ്ട്. 1972 നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകൾ എടുക്കാൻ ആരംഭിച്ച ശേഷം വ്യക്തമായ വർധനവ് ഇതാദ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനവ വികസന സൂചിക, പരിസ്ഥിതി, പട്ടിണി, തൊഴിലില്ലായ്മ, മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്നിവയിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.